ഹായ് ഹലോ, എല്ലാവർക്കും ഒരു കുട്ടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അത്തം ദിനം എങ്ങനെയായിരുന്നു എന്നുള്ളൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ 4:30 ആയപ്പോൾ എണീറ്റു. അണ്ണാണൻ 5:30 പോകുന്നതിന് മുന്നേ അത്തം ഇട്ട് തീർക്കണമെന്നുണ്ടായിരുന്നു. ഇല്ലേ പിന്നെ സൗണ്ടൊക്കെ കേട്ട് ഭൂമി എണീക്കും. അപ്പോൾ അത്തമൊക്കെ ഇട്ട് കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേനെ ഭൂമിക്കുട്ടൻ എണീറ്റു. പിന്നെ പിറ്റി എണീക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പോയി ഭൂമിയുടെ കൂടെ കുറേ നേരം കൂടി കിടന്നു. പിറ്റിക്കുട്ടനും കൂടി എണീറ്റ് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി വന്ന് പിന്നീടാണ് അത്തം കണ്ട ഒരു 5 മിനിറ്റ് അതിൻ്റെ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. രണ്ടുപേരും കൂടി എടുത്ത് കളിക്കാനൊക്കെ തുടങ്ങി. പിന്നെ കളിച്ചോട്ടെ എന്നോർത്തു. ഞാൻ അവർക്ക് കുട്ടി ദോശയാക്കാമെന്ന് ഓർത്തു. എനിക്ക് ഇഡലി ഇരിപ്പുണ്ട്, അവർക്ക് കുട്ടി ദോശയാണെങ്കിൽ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതാക്കാമെന്ന് ഓർത്തു. ഭൂമിക്കുട്ട, ഇതാരാ പൊന്നെ ഇവിടെ പൂ ഇങ്ങനെ ആക്കിയേ? ഭൂമിയും പിറ്റിയും കൂടിയാണ്. അവർക്കത് കളിക്കാൻ കൊടുത്തതിൽ വേറൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ എനിക്ക് അടുക്കളയിൽ പോയി എന്തെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ അവരതൊക്കെ കളിച്ച് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേനും ദോശയും സാമ്പാറും കൂടി കഴിക്കാമെന്ന് അവരുടെ മക്കളായിരിക്കുന്ന 2 പേര് അവർക്കും കൊടുത്ത് അവരും കഴിച്ചു, ഞാനും കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കളിച്ചു. അത് കഴിഞ്ഞിട്ട് രാവിലത്തെ അവരുടെ TV ടൈമിൽ ഇരുന്ന് ഞാൻ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് കിട്ടിയ വലിയൊരു പണിയാണ് ഈ വർക്ക്. എന്തായാലും നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് വന്നതല്ലേ, നമ്മൾ തന്നെ ഇരുന്ന് മെനക്കെട്ട് ചെയ്തല്ലേ പറ്റും. അപ്പോൾ അതൊക്കെ ചെയ്ത് കുറച്ച് നേരം ഇരുന്ന് ചെയ്ത് അവർ TV കണ്ടിറങ്ങുമ്പോഴത്തേനെ അവർക്ക് പിന്നെ കഴിക്കാനെ കൊണ്ടിട്ട് ഒരു ഷേക്കും ആക്കി എന്തെങ്കിലും കൊടുക്കാമെന്ന് ഓർത്ത് അതൊക്കെ ആക്കി. അത് കഴിഞ്ഞ് അവർ അതൊക്കെ കഴിച്ച് എന്നിട്ട് ഉറങ്ങിയതിൻ്റെ ഒന്നും വിഷ്വൽ ഞാൻ എടുത്തില്ല. ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇന്ന് അണ്ണാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ സാധാരണ ഞാൻ എന്തെങ്കിലും ക്രാഫ്റ്റ് പോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇത്തവണ അതിനൊന്നുമുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഓർത്തൊരു കേക്ക് മിക്സ് ഇരിപ്പുണ്ടായിരുന്നു, കേക്ക് ആക്കാം എന്നോർത്തു. അങ്ങനെ കേക്ക് ആക്കിക്കൊണ്ടിരിക്കും. അവരിടയ്ക്ക് വന്ന് അവരുടെ ബൈക്കിൽ പാട്ടിടും. അപ്പോൾ പാട്ടിന് ഡാൻസ് കളിക്കാൻ എന്നെ വന്ന് വിളിക്കുന്നത്. ഞാൻ ചെല്ലുമ്പോഴത്തേനും പാട്ട് തിരിക്കും. അപ്പം ഞാൻ വന്ന് പിന്നെയും ചെയ്യും. അങ്ങനെ ഇത് നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇച്ചിരി പായസം കൂടി ആക്കാമെന്ന് ഓർത്തിട്ട് അരി വെള്ളത്തിലിട്ടിട്ടുണ്ട് പായസത്തിനുള്ള. അതിനിടയ്ക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ഗ്യാപ്പിൽ ചെയ്യാനുള്ള ഓരോന്നും ചെയ്തുകൊണ്ടും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് പിറ്റിക്കുട്ടൻ വന്നിട്ട് പിറ്റിക്കുട്ടിൻ്റെ എന്തോ സാധനം അതിനടിയിൽ പോയി. അപ്പോൾ അത് നോക്കാനെ കൊണ്ട് കിടന്നപ്പോഴാണ് അതിൻ്റെ ഇടയിൽ കുറേ ബോളുകൾ ഇരിക്കുന്നുണ്ട്. 1-2 അവൻ തട്ടിയെടുത്ത് ബാക്കി എന്നോട് എടുത്തു തരാൻ പറഞ്ഞ് എന്നെക്കൊണ്ട് അത് മൊത്തം ഇടിപ്പിച്ച് ഇപ്പോൾ വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ അവരെ കാണിക്കുന്നുണ്ട് ഇതൊക്കെ. അത് കഴിഞ്ഞ് അപ്പത്തിന് മാവരച്ച് വെച്ചു, പായസമാക്കി, ദോശയാക്കി, നാളത്തേക്കുള്ള ഇഡലിയാക്കി, അരിയിട്ടു. കുക്കിങ്ങൊക്കെ ഒരു സൈഡിൽ അവിടെ നടക്കുന്നുണ്ട്. അപ്പം അണ്ണാണം കാണാതെ ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ളൊരു സാധനം ഞാൻ ഒരു പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് 2 സ്ട്രോബെറിയും കൂടി വെച്ച് അതും ഡെക്കറേറ്റ് ചെയ്തെടുത്ത്. അപ്പം അണ്ണാണം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കൂടി കൊണ്ടുവന്ന് ക്യാമറ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് എടുത്തിട്ട് കുഞ്ഞുങ്ങളെ കാണിച്ചപ്പോഴത്തേനും അവർ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിർത്താമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അണ്ണാണം ക്യാമറ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ ക്യാമറ ഇട്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ കൊണ്ടുവന്നു. അണ്ണാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും ഞാനിങ്ങനെ സർപ്രൈസായിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആകാറുണ്ട്. അതുകൊണ്ട് എനിക്കും ഇഷ്ടം ഇങ്ങനെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ, എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ട് ഇഷ്ടപ്പെടുന്നതൊക്കെ വരുമ്പോഴത്തേനും ഉണ്ടാക്കി വെക്കാനൊക്കെ എനിക്കും ഭയങ്കര താല്പര്യമാണ്. ഇപ്പം അവർക്ക് അത് കട്ട് ചെയ്യുന്നിടം വരെ വെയിറ്റ് ചെയ്യാനുള്ള സ്ട്രോബെറി കഴിക്കാൻ കൊടുത്തു. പിന്നെ അത് വേണമെന്ന് പറഞ്ഞ് അതും എടുത്ത് കൊടുത്തു. കേക്കൊക്കെ കട്ട് ചെയ്ത് ഹാപ്പിയായിരുന്നു. ഞാൻ ഹാപ്പിയായി, അണ്ണാണ് ഹാപ്പിയായി, കുഞ്ഞുങ്ങൾ ഹാപ്പി ഡേ. അത് കഴിഞ്ഞ് അവർക്ക് മാങ്ങയും കൂടി കട്ട് ചെയ്ത് കൊടുത്ത് പിന്നെ അച്ചയുടെ കൂടെ കുറേ നേരം കളിച്ചു. അത് കഴിഞ്ഞ് എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അണ്ണാണം വന്നു കഴിയുമ്പോൾ കുറേ നേരം കളിക്കും, ഒരു വൈകുന്നേരം വരെ കളിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പുറത്ത് സാധനം വാങ്ങാനെ കൊണ്ടിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അച്ഛ പുതിയ സ്റ്റെപ്പുകൾ പഠിപ്പിച്ചു കൊടുക്കുക ഭൂമിക്കുട്ടനും പിറ്റിക്കുട്ടനും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്ത് പോയതിൻ്റെ വിഷ്വൽസ് ഒന്നും എടുത്തില്ല. തിരിച്ച് വന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് ഭൂമിക്കുട്ടൻ കഴിച്ചിറങ്ങി. പിറ്റിക്കുട്ടൻ കഴിക്കുന്നേ ഉള്ളൂ. ഭൂമിക്കുട്ടൻ കാര്യമായിട്ട് അച്ഛൻ വെള്ളം എടുത്ത് അകത്ത് വയ്ക്കാനെ കൊണ്ട് തെള്ളിക്കൊണ്ട് കൊടുക്കുക. ഇതൊക്കെ വളരെ നിസ്സാരമെന്ന മട്ടിലാണ് ഭൂമിക്കുട്ടൻ തെള്ളിക്കൊണ്ട് കൊടുക്കുന്നത്. പിറ്റിയും സാധാരണ ഇതിലൊക്കെ താല്പര്യശിയാണ്.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവർ കിടന്നുറങ്ങി, കുറേ നേരം കളിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ കിടന്നുറങ്ങിക്കഴിഞ്ഞ് നമുക്ക് കുറേ കൂടി പണിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അണ്ണാണ് നാളത്തേക്കുള്ള ഫുഡൊക്കെ പാക്ക് ചെയ്ത് വെക്കുകയാണ്. അണ്ണാണ് അവർ ഉറങ്ങിയപ്പോൾ കൂടെ കിടന്നുറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഉറങ്ങി കുറേ കഴിഞ്ഞിട്ട് അണ്ണാണ് എണീറ്റ് വന്ന് അണ്ണാണ് അത് കഴിഞ്ഞിട്ടാണ് കഴിച്ചത്. അണ്ണാനൊരു ജലദോഷം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് നാളെ ചിലപ്പോഴേ പോവുള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ രാവിലത്തേക്കുള്ളത് തൂത്ത് ഒക്കെ റെഡിയാക്കിയിട്ട് ഒതുക്കി പറക്കിയിട്ടാലേ രാവിലെ എണീറ്റ് നേരെ നമുക്ക് പൂക്കളം ഇടാൻ പറ്റുള്ളൂ. അതൊക്കെ തൂത്ത് ക്ലീൻ ചെയ്തു, തുണി കഴുകിയത് വിരിച്ചു. അത് കഴിഞ്ഞ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ പരിപാടി. അത് കഴിഞ്ഞ് പൂവൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു. നാളത്തേക്കുള്ളത് ഇപ്പോഴേ എടുത്ത് വെച്ചാൽ നാളെ രാവിലെ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, ഞാനും കഴിച്ചു, കുളിച്ചു, കിടന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ കുട്ടി വീഡിയോ. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്